ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിനെ തിരക്കി ശ്രീകാന്തിൻ്റെ മാനേജർക്ക് വർഷ വിളിക്കുകയാണ് കേട്ടോ. വർഷ എവിടെ ശ്രീകാന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനിവിടെ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ മാനേജർ ഞാനിവിടെ ഇല്ല എന്ന് വർഷയോട് പറയാണ് കേട്ടോ. ഇന്നിവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം ശ്രീകാന്ത് തൻ്റെ ആ ഒരു ക്യാബിനുള്ളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റാഫ് വന്ന് ചോദിക്കുകയാണ്, ഹോട്ടലിലെ സ്റ്റാഫ് ചോദിക്കുകയാണ് എന്താണ് വർഷ വിളിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത്, അതെന്തിനാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയാണ് ഇനി കുറച്ച് നാൾ ഇങ്ങനെ മതി, അവളിൽ നിന്നും വേറിട്ട് നിൽക്കുകയാണ് നല്ലത്, എപ്പോൾ വർഷം വന്ന് ചോദിച്ചാലും ഇത് തന്നെ നീ ആവർത്തിക്കണം എന്ന് പറയാം കേട്ടോ. അത് എന്തുകൊണ്ട്, വേറെ ഒന്നും ചോദിക്കണ്ട, ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി എന്ന് വർഷയെക്കുറിച്ച് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇയാൾക്ക്. അപ്പോൾ ഈ സമയം ആണെങ്കിലോ രേവതിയെയും കൊണ്ട് രേവതിയുടെ അമ്മ ലക്ഷ്മി തൻ്റെ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും അയൽവാസികൾ ചോദിക്കുകയാണ് ആടിമാസമായപ്പോൾ മകളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നില്ലേ, അവളെ കൊണ്ടുവന്നു, ആടിമാസം ഒരു മാസം ഇനിയിപ്പോൾ സച്ചി രേവതിയും കൂടി പിരിഞ്ഞിരിക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ മറ്റുള്ളവർ പറയാണ് ഈ സമയം തന്നെ അടിമാസം വന്നു, അല്ലായിരുന്നെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു കുഞ്ഞിക്കാല് വേണമെന്ന് നീ ലക്ഷ്മി പറയുമെങ്കിൽ ഇതിവരെ പിരിച്ചു നിർത്തിയാൽ ഒരിക്കലും കഴിയില്ല. രേവതിക്കും സച്ചിക്കുണ്ടോ പിരിഞ്ഞിരിക്കാൻ കഴിയുക, സച്ചിക്കുണ്ടോ രേവതിയെ പിരിയാൻ കഴിയുക, അത് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയമാണ് ഇപ്പുറത്തെ സൈഡിലൂടെ രണ്ട് ഗുണ്ടകൾ ഇവരെ കാണുന്നത്, അത് അവളാണല്ലോ എന്ന് അവർ പറയാണ്. അങ്ങനെ അവർ മാറി നിൽക്കുകയാണ്, ഇവരുടെ സംസാരം കേൾക്കുകയാണ്. അങ്ങനെ കുഞ്ഞിക്കാല് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒരുമിപ്പിക്കുക, ആടിമാസം എന്നൊക്കെ പറഞ്ഞ് ആ പഴയ ആചാരം എന്തിനാ എടുക്കുന്ന ലക്ഷ്മി എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയാണ് ദൈവത്തിൻ്റെ വിധി എപ്പോഴാണ് ആ സമയം അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കോളും എന്ന് പറയാണ്. ഈ സമയം രേവതിക്ക് നന്നായി നാണം വരുന്നുണ്ട് കേട്ടോ. എങ്കിലും കൂടി രേവതി അമ്മയോട് പറയണേ നമുക്ക് പോവാമെന്ന് പറയണേ. അങ്ങനെ അവർ പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ഈ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് അവളോട് അത് ചോദിച്ചില്ല, എന്നാൽ പിന്നെ ആവാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. പിന്നീട് രേവതിയെയും കൊണ്ട് ലക്ഷ്മി തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ്. അപ്പോൾ അനിയനും അനിയത്തിയും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരോട് രേവതി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയത്തി പറയാണ് ഇവൻ്റെ പഠിപ്പൊക്കെ ഭയങ്കര ഉഴപ്പാണ് എന്ന് പറഞ്ഞ ഉടനെ എടാ നിങ്ങൾ രണ്ടാളും വേണം അമ്മക്ക് സഹായമായി നിൽക്കാൻ, നിങ്ങളുടെ സഹായമാണ് അമ്മക്ക് കിട്ടേണ്ടത്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട്, ഇവള് വെറുതെ പറയുന്നതാ എന്നിങ്ങനെ ചേച്ചിയോട് പറയാണ് കേട്ടോ. പിന്നീട് ലക്ഷ്മി പറയാൻ നിങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കാതെ മോളെ ചായ പോയി എടുത്തു കൊണ്ടുപോവാ എന്ന് അനിയത്തി കുട്ടിയോട് പറയണം. അങ്ങനെ അനിയത്തി ചായ ഇടാൻ വേണ്ടി പോവാണ്. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ലക്ഷ്മി പറയണേ മോളെ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പം നിന്നെന്ന് വെച്ചാൽ സച്ചിക്ക് ജീവനാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല എന്നെന്ന് വെച്ചാൽ ജീവനാണ് എന്നുള്ള വാക്കുകളൊക്കെ പറയണ്ട. അപ്പോൾ ഈ സമയം ഇന്നലെ രാത്രി എന്നോട് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ്, സച്ചിയുടെ അമ്മ വിളിച്ചത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ, അപ്പോൾ സച്ചിയുടെ അമ്മ വിളിച്ചോ, വിളിച്ചു, അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ അനിയത്തിക്കുട്ടി. എന്നിട്ട് അനിയത്തിക്കുട്ടി പറയുകയാണ് അവർ ആദ്യം ആടിമാസത്തിന് പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ എന്താ പറഞ്ഞയക്കാൻ, അവർ ഇപ്പോഴും അതേ കുശുമ്പ് തന്നെയാണ് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവിടെ രേവതി പറയാണ് എന്താണ് മറ്റവളും ഉണ്ടല്ലോ അവളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയണേ. അപ്പോൾ മറ്റേ മരുമകളെ പറഞ്ഞയക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവളൊരു പ്രത്യേക ക്യാരക്ടറാണ്, അപ്പം നിന്നെ സഹായിക്കാനൊന്നും കയറാറില്ലേ എന്നിങ്ങനെ രേവതിയോട് അനിയത്തിക്കുട്ടി ചോദിക്കുകയാണ്. അപ്പോഴും തന്നെ പറയണേ ഇല്ല എന്നെ സഹായിക്കാനൊന്നും കയറാറില്ല, ഞാനഥവാ കഷ്ടകാലത്തിൽ രാവിലെ ഭൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ പറയും ഭൂരി മുഖത്ത് പ്രശ്നമാണ്, എണ്ണയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് എന്നിട്ട് വേറെ ഉണ്ടാക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞ അമ്മായിമ്മ ചെയ്യുന്നത് പോലെ തന്നെ അവിടുത്തെ മരുമകളും ചേച്ചിയെ ഒരു വേലക്കാരിയായിട്ടാണ് ഇല്ലേ കാണുന്നത് എന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മ പറയാണ് എന്തായാലും മോളെ നിന്നെ സച്ചി നന്നായി സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുപോലെ നിനക്ക് എന്ന് പറയാനേട്ടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് നാണം കൊണ്ട് തലതാഴ്ത്താണ്. ചേച്ചിയുടെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്, അമ്മയെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണേ. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യം അതെനിക്ക് മനസ്സിലായിട്ടോ, എന്ത് കാര്യം? അപ്പോൾ ഉടൻ തന്നെ രേവതി പിന്നെയും ചോദിക്കുക എന്താടി എന്ത് കാര്യമാണ്? അതെ ചേച്ചിക്കൊരു കുഞ്ഞിക്കാലം ഉണ്ടാവുന്നതല്ലേ, അതൊക്കെ എനിക്കറിയാം, നിങ്ങൾക്ക് വിശേഷം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചല്ലേ നിങ്ങൾ സംസാരിച്ചത്, ഞാൻ കുഞ്ഞു തന്നെയല്ല, എനിക്കെല്ലാം അറിയാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സുധിയുടെ അമ്മയാണ്. അങ്ങനെ സുധിയുടെ അമ്മ മരുമകളുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഉപ്പും മുളകൊക്കെ എടുത്തിട്ടാണ് ചെല്ലുന്നത്. മോളെ നിനക്ക് ദൃഷ്ടിദോഷം ഉണ്ടാവരുത്, അപ്പോൾ എന്തിനാ അമ്മ രേവതിയുടെ അമ്മയും അവളും ഇവിടെ വന്നു പോയതല്ലേ, അവളുടെ കണ്ണ് തീരെ ശരിയല്ല, എൻ്റെ മോൾക്ക് കണ്ണ് തട്ടാതിരിക്കാനാണെന്ന് പറഞ്ഞിട്ട് ദൃഷ്ടിദോഷം ഇങ്ങനെ ഒഴിഞ്ഞും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത് അമ്മ പറഞ്ഞത് ശരിയാണ്, അവർ വായ തോരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ
എങ്ങനെ പറയാണ് മോളെ, അവർ വല്ലാതെ സംസാരിക്കുക ലക്ഷ്മി. അപ്പോൾ ഉടൻ തന്നെ മരുമകൾ പറയണേ, എനിക്ക് ഒരു കാര്യം പറയേണ്ട അമ്മേ, അവരെന്നെ അവരുടെ വീട്ടിലോട്ട് തന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഓ, വലിയ കൊട്ടാരെന്നാ അവരുടെ വിചാരം, അതിലോട്ട് ക്ഷണിക്കാൻ എന്ന് പറയാനിട്ടാ. അപ്പോൾ ആൻറ്റി പറഞ്ഞതൊക്കെ ശരിയാണ്, അത്ര അഹങ്കാരിയാണ് അവർ എന്നുള്ളത് എരിപിരി കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോള് വലിയ വീട്ടിൽ വന്നവളല്ലേ, എൻ്റെ മോൾക്ക് അതിൻ്റേതായ ഒരു സ്ഥാനവും നിലയൊക്കെ കിട്ടണ്ടേ, അത് അവൾക്ക് യാതൊരു തോന്നലും ഇല്ല എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ കുറിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇങ്ങനെ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോൾ അവിടെ അച്ഛൻ ഇങ്ങനെ സോഫയിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ അച്ഛനും ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ടേബിളിലിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ അതെടുത്തിട്ട് വായിലോട്ട് ഇടുമ്പോഴേക്കും ഇതെന്താണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, രവതി രവതി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പോകുമ്പോൾ അച്ഛൻ എണീക്കുകയാണ് കേട്ടോ. എന്താണ് നീ ആരെയാണ് വിളിക്കുന്നത്? രവതിയെ. രവതി അവളുടെ അമ്മ വീട്ടിലോട്ട് പോയി എന്ന് നിനക്കറിയില്ലേ എന്ന് പറയുമ്പോൾ അയ്യോ അത് ഞാൻ മറന്നുപോയി എന്ന് പറയണ്ട. അങ്ങനെ പിന്നീട് എന്താ നീ ഭക്ഷണം കഴിച്ചില്ലേ? അയ്യേ അത് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തോ ഒരു കല്ല് പോലത്തെ ഉപ്പുമാവ്, അത് കരിഞ്ഞ് ആകെ നാശമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എടാ ഇത് നിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ എന്നാലും എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇതുവരെ നിൻ്റെ രേവതി ആയിരിക്കും ഉണ്ടാവുക, എന്നാൽ രേവതി വരുന്നതിന് മുന്നേ നിൻ്റെ അമ്മ തന്നെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിയത്, അതൊക്കെ നീ മറക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ആ സമയമാണ് സുധിയും ഭാര്യയും ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ സച്ചിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ച് ഇറങ്ങി വരുമ്പോഴാണ് സച്ചിയുടെ കണ്ണിൽ ഇത് പെടുന്നത് കേട്ടോ. അങ്ങനെ സച്ചി പെട്ടെന്ന് അച്ഛനോട് ചോദിക്കുകയാണ്, ആ പെണ്ണിന് അവളുടെ അമ്മ വീട്ടിലോട്ട് പോകണ്ടേ, അവൾക്ക് ഈ ചടങ്ങൊന്നുമില്ലേ, എനിക്ക് പറഞ്ഞ ആടി ചടങ്ങ് എനിക്കില്ലേ എന്നാ പറയുന്നത്. എന്താടാ നീ പറഞ്ഞത്? അച്ഛാ ആ ചടങ്ങിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്, ആടിമാസ ചടങ്ങ് ഇവൾക്കില്ലേ, എന്താ എനിക്ക് മാത്രമേ ഉള്ളൂ, അതെന്താ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സച്ചി ചൂടാവാൻ ഒരുങ്ങുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. സുധിയുടെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും ആകെ ഞെട്ടി നിൽക്കുകയാണ്. സച്ചി ഇപ്പോൾ എന്താണ് ഇതിന് മറുപടി പറയുമെന്ന് പ്രതീക്ഷയോടുകൂടി അവനോട് എന്ത് മറുപടി പറയുമെന്ന് പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഇവരുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റാണ്. സുധിയുടെ ഭാര്യ സുധിക്ക് ആദ്യം ഒരു കുഞ്ഞ് ജനിക്കണം എന്ന് കരുതിയിട്ടാണ് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് സുധിയുടെ ഭാര്യയോട് സുധിയുടെ അമ്മ പറയുകയും ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് വേണം ആദ്യം ഒരു കുഞ്ഞ് ജനിക്കാൻ, അതുകൊണ്ട് ഈ ആടിമാസ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളുടെ അമ്മക്ക് വിളിച്ച് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞതാണ്. ഇപ്പോൾ അവരുടെ സ്നേഹവും പെരുമാറ്റമൊക്കെ കണ്ടില്ലേ, അക്കണക്കിനാണെങ്കിൽ എപ്പോഴും അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ ചാൻസ് കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത് പറയുമ്പോൾ അവളെന്തൊക്കെയോ മനസ്സിലിങ്ങനെ കുറിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും സച്ചി രേവതിയുടെ ആ ഒരു പ്രണയം അത് അടിപൊളി തന്നെയാണ്. ആടിമാസ ചടങ്ങിൽ ഇങ്ങനെ തൻ്റെ ഭാര്യയെ ഇനി ഇങ്ങോട്ടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. സച്ചി ഇനി രേവതിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ആദ്യം കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് അവർക്ക് തന്നെ ആയിരിക്കും.